ഫുൾസ്റ്റാക്ക് മലയാളത്തിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഈ രണ്ടാമത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ് റോഡ് മാപ്പിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ് റോഡ് മാപ്പിനെ പറ്റിയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെവോപ്സ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് എ ഡാറ്റ സയൻസ് റോഡ് മാപ്പിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യുന്നു. സോ മേജർ റോഡ് മാപ്പ് അതായത് ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് റോഡ് മാപ്പിനെ പറ്റിയിട്ട് പറയുന്നതിന് മുമ്പ് ഇത്രയും കുറച്ച് കാര്യങ്ങൾ കോമൺ ആയിട്ട് പഠിച്ചിരിക്കണം എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. സോ ഞാൻ അതുകൊണ്ട് ഇവിടെ കൂടുതലായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്ക് നേരെ ബാക്ക് എൻഡ് റോഡ് മാപ്പിലേക്ക് പോകാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണുന്ന ഒരു കംപ്ലീറ്റ് പിക്ചറാണ്. ഓൾമോസ്റ്റ് ഒരു ബാക്ക് എൻഡ് ഡെവലപ്പർക്ക് വേണ്ട ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ടൊരു ബാക്ക് എൻഡ് ഡെവലപ്പർ ഫസ്റ്റ് വേണ്ടതൊരു ലാംഗ്വേജ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ ലാംഗ്വേജ് തന്നെ പല ടൈപ്പ് ഇവിടെ ഉണ്ട്. സ്ക്രിപ്റ്റിംഗ് ടൈപ്പ് ആകാം, ഫങ്ഷണൽ ആവാം, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഓർ അതർ ടൈപ്സ് ആകാം. സോ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് മെയിനായിട്ട് ഇപ്പോൾ വളരെ പോപ്പുലറാണ് ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സിൽ. ബിക്കോസ് നോഡ് ജെഎസ് ടൈപ്പ് സ്ക്രിപ്റ്റ് വന്നുകൊണ്ട് കുറേ കൂടെ പോപ്പുലറായിട്ടുള്ളത് ഇപ്പോൾ നോഡ് ജെഎസ് ടൈപ്പ് സ്ക്രിപ്റ്റാണ് ബാക്ക് എൻഡിൽ. പിന്നെ PHP, റൂബി, പൈത്തൺ പോലെയുള്ള ലാംഗ്വേജസ് വളരെ പോപ്പുലറാണ് ഇപ്പോൾ ബാക്ക് എൻഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിൽ. സോ അത് ഏതെങ്കിലും ഒരെണ്ണം മാസ്റ്റർ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഒരു ബാക്ക് എൻഡ് ഡെവലപ്പറെ സംബന്ധിച്ചിടത്തോളം. രണ്ടാമത് ഫങ്ഷണൽ ടൈപ്പാണ്, അതായത് സ്കേല, എല്ലാം, ഹാസ്കൽ, ക്ലോജറൊക്കെ പോലെയുള്ള ലാംഗ്വേജസ്. സോ അത് വളരെ കുറച്ച് ആൾക്കാരാണ് അത് യൂസ് ചെയ്യുന്നതെങ്കിലും ഇത് വളരെ മാർക്കറ്റുള്ള ഒരു ലാംഗ്വേജാണ്. പിന്നെ കോമൺ എല്ലാവരും യൂസ് ചെയ്യുന്ന ടൈപ്പ് ലാംഗ്വേജസ് ലൈക്ക് ജാവ, C#, C++ പോലെയുള്ള ലാംഗ്വേജസ്. സോ ഇതിലേതെങ്കിലും ഒന്നിൽ കൂടുതലോ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഒരു ബാക്ക് എൻഡ് ഡെവലപ്പറെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ്. ഇനി നമ്മൾ പാക്കേജ് മാനേജേഴ്സ്, നമ്മൾ ഫ്രണ്ട് എൻഡിൽ നമ്മൾ പറഞ്ഞിരുന്നു പാക്കേജ് മാനേജേഴ്സ് എന്താണ്. സോ ഇപ്പോൾ ബാക്ക് എൻഡിലും ഉണ്ട് പാക്കേജ് മാനേജേഴ്സ്. സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ NPM yarn പോലുള്ള പാക്കേജ് മാനേജേഴ്സ്, അത് കൂടുതലും നോഡ് ജെഎസ് ടൈപ്പ് സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഈ പാക്കേജ് മാനേജേഴ്സാണ് യൂസ് ചെയ്യുക. പിന്നെ പിപ്പ്, ജെം, കമ്പോസർ, ന്യൂഗെറ്റ് പോലുള്ള പാക്കേജ്. പിപ്പ് എന്ന് പറയുന്നത് പൈത്തണിൻ്റെ ഒരു പാക്കേജ് മാനേജിങ് ലൈബ്രറിയാണ്. പിന്നെ ജെം, റൂബി യൂസ് ചെയ്യുന്നത് പാക്കേജ് മാനേജർ. പിന്നെ കമ്പോസർ ഉണ്ട്, ന്യൂഗെറ്റ് ഉണ്ട്. കമ്പോസർ ഐ തിങ്ക് PHP യൂസ് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള പാക്കേജ് മാനേജേഴ്സിനെ പറ്റിയിട്ട് ഐഡിയ ഉണ്ടായിരിക്കുക, എന്താണ് അത് ചെയ്യുന്നത് അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കുക. പിന്നെ അടുത്തത് ഡാറ്റാബേസ് ആണ്. സോ ഓഫ് കോഴ്സ് ബാക്ക് എൻഡ് ഡെവലപ്പർ ഡാറ്റാബേസിൽ പ്രൊഫഷ്യൻ്റ് ആയിരിക്കണം. അതിൽ തന്നെ മെയിനായിട്ട് എല്ലാവരും യൂസ് ചെയ്യുക RDBMS ആയിരിക്കും, നമ്മുടെ റിലേഷണൽ ഡാറ്റാബേസ് ആകാം. സോ റിലേഷണൽ ഡാറ്റാബേസിൽ തന്നെ നമുക്ക് ഇപ്പോൾ SQL മാസ്റ്റർ ചെയ്യാം, ഒറാക്കിൾ അല്ലെങ്കിൽ MySQL, മോർ ദാൻ വൺ റിലേഷണൽ ഡാറ്റാബേസ് അറിഞ്ഞിരിക്കുക. അത് പോസ്റ്റ്ഗ്രസ്. സോ ഇതെല്ലാം കുറച്ച് ഡിഫറൻസസ് ഉണ്ടെങ്കിലും എല്ലാം ബേസിക്കലി SQL ക്വറിയൊക്കെ നന്നായിട്ട് അറിയാമെങ്കിൽ ഇതൊക്കെ മാസ്റ്റർ ചെയ്യാവുന്ന കാര്യമുള്ളൂ. എങ്ങനെ ഈ ഡാറ്റാബേസ് എല്ലാം മറ്റ് പ്രോഗ്രാമിംഗ് ഡ്രൈവേഴ്സ് യൂസ് ചെയ്ത് കണക്ട് ചെയ്യാം, എങ്ങനെ ഒരു എൻ്റർപ്രൈസ് സ്കെയിൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നൊക്കെ അറിഞ്ഞിരിക്കുക. പിന്നെ ഉള്ളത് NoSQL ആണ് അടുത്ത ടൈപ്പ്. NoSQL RDBMS നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. അത് തന്നെ ഒരു വലിയൊരു ഫീൽഡാണ്. സോ നമുക്ക് NoSQLനെ പറ്റിയിട്ട് വേണമെങ്കിൽ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തൊക്കെ ചെയ്യാം. സോ ഇതിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ ഡോക്യുമെൻ്റ് ടൈപ്പ് ഡാറ്റാബേസ് ആവാം, കീ വാല്യൂ പെയർ ഡാറ്റാബേസ്, വൈഡ് കോളം ഡാറ്റാബേസ്, ഗ്രാഫ് ബേസ്ഡ്, അങ്ങനെ കുറേ ഉണ്ട്. അതിൽ എക്സാമ്പിളാണ് ഇവിടെ MongoDB ഒരു ഡോക്യുമെൻ്റ് ടൈപ്പ് ഡാറ്റാബേസ് ആണ്. കസാൻഡ്ര ഉണ്ട്, HBase വൈഡ് കോളം ഡാറ്റാബേസ് ആണ്. DynamoDB, സോ മെനി ഡാറ്റാബേസ് ഉണ്ട്. അതിനെങ്ങനെ ഇതെല്ലാം NoSQLനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്തത് ഒരു ഫ്രെയിം വർക്ക് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഫ്രെയിം വർക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓരോ ലാംഗ്വേജസ് യൂസ് ചെയ്യുമ്പോഴും ചിലപ്പോൾ സ്പെഷ്യലി ഓരോ ഫ്രെയിം വർക്കായിരിക്കും ഓരോരുത്തർ യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ Node.js യൂസ് ചെയ്യുന്നവർ കൂടുതൽ യൂസ് ചെയ്യുക എക്സ്പ്രസ് ആവാം, അല്ലെങ്കിൽ ഹാപ്പി, കോവ പോലുള്ള ഫ്രെയിം വർക്കായിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നല്ല നോളജ് വേണം ഈ ലാംഗ്വേജസ് ഉപയോഗിക്കുമ്പോൾ. ഈ ഫ്രെയിം വർക്ക്, ഡാറ്റാബേസ്, പാക്കേജ് മാനേജർ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ വരുമ്പോഴാണ് നമുക്ക് കംപ്ലീറ്റ് ഒരു ഐഡിയ കിട്ടുക. പിന്നെ ലാരാവൽ, സിംഫണി PHPയിൽ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ .NET ഉണ്ട്, സ്പ്രിംഗ് ബൂട്ട് ഉണ്ട്. .NET അറിയാം, ഇതിൽ മൈക്രോസോഫ്റ്റിൻ്റെ .NET ഫ്രെയിം വർക്ക്. കൂടുതലും C# ആയിരിക്കും അതിൻ്റെ കൂടെ യൂസ് ചെയ്യുക. അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. .NET ഒരു വലിയൊരു വളരെ വൈഡായിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ്. പിന്നെ സ്പ്രിംഗ് ബൂട്ട്.
ഇനി അടുത്തത് കാഷിംഗ് ആണ്. കാഷിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻ മെമ്മറിയിൽ എങ്ങനെ ഡാറ്റ സ്റ്റോർ ചെയ്യാം, അത് എളുപ്പത്തിൽ ഫെച്ച് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻ മെമ്മറി കാഷിങ്ങിനെ പറ്റിയിട്ട് പഠിക്കുക. അപ്പോൾ അതിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് മെം ക്യാഷ് അല്ല റെഡീസ് എന്നൊക്കെ പറയുന്ന ഡേറ്റാബേസ് ആണ്. ഇതിനൊക്കെ ക്ലൗഡ് ഓഫറിംഗ് ഒക്കെ ഉണ്ട്. അടുത്തത് വെബ് സർവേഴ്സിനെ പറ്റിയിട്ടുള്ള നോളജാണ്. വെബ് സർവേഴ്സിനെ പറ്റിയിട്ടുള്ള നോളജാണ്. വെബ് സർവേഴ്സ് ആകുമ്പോൾ ഡിപ്പെൻസ് നിങ്ങൾ ഏത് സ്ട്രീമിലാണോ അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നോട്ട് ജെ എസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്, പൊതുവെ യൂസ് ചെയ്യുക എൻജിൻ എക്സ് ആയിരിക്കും. ഡോട്ട് നെറ്റിലൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതൽ IAS ഒക്കെ ആയിരിക്കും ഹോസ്റ്റ് ചെയ്യുക. പിന്നെ ജാവ ബേസ്ഡ് സാധനങ്ങളൊക്കെയാണ് അപ്പാഷെ, ജെബോസ്, ടോം കാറ്റൊക്കെ പോലുള്ള വെബ് സർവേഴ്സ്. അപ്പോൾ ഇതിനെപ്പറ്റി ഇതൊക്കെ എങ്ങനെ കോൺഫിഗർ ചെയ്യാം, ഇതിൻ്റെ മറ്റ് സെറ്റിങ്സ്, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പഠിക്കുക. അടുത്തത് ടെസ്റ്റിംഗ് ഫ്രെയിംവർക്കാണ്. യൂണിറ്റ് ടെസ്റ്റിങ്ങിനും അല്ലെങ്കിൽ മൊത്തം ഇൻറ്റഗ്രേഷൻ, ഫങ്ഷണൽ ടെസ്റ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഫ്രെയിംവർക്കുകൾ പറ്റിയിട്ട് പഠിക്കുക. ജാസ്മിൻ, മോക്ക എന്ന് പറയുന്ന ഫ്രെയിംവർക്കുകളുണ്ട്, ടെസ്റ്റിംഗ് ഫ്രെയിംവർക്കുണ്ട്. അത് ഏതെങ്കിലും മാസ്റ്റർ ചെയ്യുക. അടുത്തത് മെസ്സേജ് ബ്രോക്കേഴ്സാണ്. മെസ്സേജ് ബ്രോക്കേഴ്സ് പൊതുവേ നമ്മൾ മെസ്സേജ് ക്യൂ ചെയ്യാനും അത് റിലയബിളായിട്ട് ഡെലിവറി ചെയ്യാനും ഒക്കെ രണ്ട് സെപ്പറേറ്റ് സിസ്റ്റം, ഹെട്രോജീനിയസ് ആയിട്ടുള്ള രണ്ട് സിസ്റ്റംസ് തമ്മിൽ മെസ്സേജ് പാസ് ചെയ്യുന്ന മെസ്സേജ് ബ്രോക്കേഴ്സ്, അതിനെ പറ്റിയിട്ട് പഠിക്കുന്നത് ബാക്ക്-എൻഡ് ഡെവലപ്മെൻറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യൂയിങ് നമുക്കിപ്പോൾ റെഡിസ് പോലുള്ള ഇത് വെച്ചിട്ടും ചെയ്യാം, പക്ഷേ വളരെ റിലയബിൾ ആയിട്ടുള്ള മെസ്സേജ് ബ്രോക്കേഴ്സായിട്ട് റാബിറ്റ് MQ അല്ലെ കാഫ്ക പോലുള്ള മെസ്സേജ് ബ്രോക്കർ ഫ്രെയിംവർക്കുകളാണ് കൂടുതലും യൂസ് ചെയ്യുക. അപ്പോൾ അത് നന്നായിട്ട് മാസ്റ്റർ ചെയ്യുക. പിന്നീട് ഓതൻറ്റിക്കേഷൻ മെക്കാനിസം. ഓഫ് കോഴ്സ് ഓതൻറ്റിക്കേഷൻ മെക്കാനിസം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സെക്യൂരിറ്റി സൈഡിൽ വരുന്ന കാര്യങ്ങളാണ്. അതിന് പല മെത്തേഡ്സ് ടെക്നോളജീസ് ഉണ്ട്. ഓപ്പൺ ഓതൻറ്റിക്കേഷൻ, ഓപ്പൺ ID, ബേസിക് ഓതൻറ്റിക്കേഷൻ, JWT ബേസ്ഡ്, സാമൽ ടോക്കൺസ്. അപ്പോൾ ഇതെല്ലാം ഓതൻറ്റിക്കേഷൻ്റെ ഒരു ഏരിയയിൽ വരുന്നതാണ്. അപ്പോൾ ഓതൻറ്റിക്കേഷനെ പറ്റിയിട്ട് അല്ല ഐഡൻറ്റിറ്റി സെർവറുകളെ പറ്റിയിട്ട് ഒരു നല്ലൊരു ഐഡിയയും നല്ലൊരു നോളജും ഉള്ളത് ഒരു ബാക്ക്-എൻഡ് ഡെവലപ്പർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെർച്ച് എൻജിൻസ്, അതിപ്പോൾ ഇലാസ്റ്റിക് സെർച്ച് അല്ലെങ്കിൽ സോളർ സ്വിങ്സ് പോലെയുള്ള ഫ്രെയിംവർക്കുകൾ പഠിക്കുക. സെർച്ച് എൻജിൻസ് എന്തുകൊണ്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഹെവി ആയിട്ടുള്ള ഡാറ്റയൊക്കെ ഇൻഡെക്സ് ചെയ്യുക എന്ന് പറയുന്നത് റിലേഷണൽ ഡാറ്റാബേസിൽ നിന്നൊക്കെ കൊരിയുക വളരെ ഡിഫിക്കൽട്ട് ആൻഡ് ടൈം കൺസ്യൂമിങ്ങും പെർഫോമൻസ് ഓവർഹെഡൊക്കെ ഉള്ള കാര്യങ്ങൾ. അതുകൊണ്ട് സെർച്ച് എൻജിൻ, ഇലാസ്റ്റിക് സെർച്ച് പോലെയുള്ള സെർച്ച് എൻജിനുകളായിരിക്കും കൂടുതലും മാസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ആ സ്റ്റാക്കിനെ പറ്റിയിട്ടുള്ള ഒരു നോളജ് വേണം. പിന്നെ ഡോക്കർ സാധാരണ ഡോക്കറൈസ് കണ്ടെയ്നർ ടെക്നോളജി കൂടുതൽ പഠിക്കുന്നത് ബാക്ക്-എൻഡ് ഡെവലപ്മെൻറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ ഡിവോപ്സ് ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ വരുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി പറയാം. അതുപോലെ ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോ ട്യൂട്ടോറിയൽ നമുക്ക് പിന്നീട് ചെയ്യാം. അടുത്തത് വെബ് സോക്കറ്റ്സ് ആണ്. വെബ് സോക്കറ്റ്സിനെ പറ്റിയിട്ട് നല്ലൊരു നോളജ് വേണം. പ്രത്യേകിച്ച് നമ്മൾ റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ, ക്ലയൻറ്റ് ടു സെർവർ റിയൽ ടൈം കമ്മ്യൂണിക്കേഷനൊക്കെ ആവശ്യം വരുമ്പോൾ വെബ് സോക്കറ്റ്സ് അതിനെപ്പറ്റി നല്ല നോളജ് ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇനി അടുത്തത് REST APIയും GraphQLുമാണ്. REST APIസും GraphQLും തമ്മിൽ ഉള്ള ഡിഫറൻസും അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഒക്കെ നമുക്കൊരിക്കൽ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. പക്ഷേ REST API വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ബാക്ക്-എൻഡ് ഡെവലപ്പറെ സംബന്ധിച്ചത്. എങ്ങനെ നമുക്ക് നല്ല REST APIs ബിൽഡ് ചെയ്യാം ബേസ്ഡ് ഓൺ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച്. പക്ഷേ ഇതെല്ലാം ബിൽഡ് ചെയ്യുന്നത് ഇതിനകത്ത് മറ്റുള്ള കാര്യങ്ങളെല്ലാം വരും. നേരത്തെ പറഞ്ഞ ഫ്രെയിംവർക്കുകൾ വരും, ലാംഗ്വേജസ് വരും. പക്ഷേ REST API എന്ന് പറയുന്ന ഒരു അതിൻ്റെ ഡിസൈൻ പ്രിൻസിപ്പിൾസ് ഒക്കെ പഠിച്ചിരിക്കുക. പ്രത്യേകിച്ച് റോയ് ഫീൽഡിങ്സിൻ്റെ സ്പെസിഫിക്കേഷൻസ് വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ REST API കറക്റ്റായിട്ടത് ഡെവലപ്പ് ചെയ്യാമെന്നുള്ളതിനെപ്പറ്റി നല്ലൊരു നോളജ് കിട്ടും. പ്രത്യേകിച്ച് അതിൻ്റെ ഹെഡേഴ്സ്, അതിലെ സെക്യൂരിറ്റി പാർട്ട്, എങ്ങനെ അത് ഓർഗനൈസ് ചെയ്യാം, എങ്ങനെ ഡാറ്റ ഒബ്ജക്ട്സ് പാസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം REST API കുറച്ച് കൂടുതലായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ അത് നന്നായിട്ട് പഠിക്കാം. പിന്നെ GraphQL ആണ്. GraphQL കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടെക്നോളജിയാണ്. ഫേസ്ബുക്കിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷനാണത്. അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നോളജികൾ കൂടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബാക്ക്-എൻഡ് ഡെവലപ്പർക്ക് ആകാനുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ആകും. പിന്നെ ഇനി അഡീഷണൽ പുതിയ കാര്യങ്ങളൊക്കെ ലേൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബാക്ക്-എൻഡ് ഡെവലപ്പർ ആകാനായിട്ട് സാധിക്കും. സോ അപ്പോൾ ഇതാണ് ഇന്നത്തെ റോഡ് മാപ്പിൽ നമ്മൾ മെയിനായിട്ട് നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ. ഇനി
അടുത്ത വീഡിയോയിൽ നമുക്ക് DevOps ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് നോക്കാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.